കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചിട്ടുള്ള സർക്കാരിന്റെ ഉത്തരവിറങ്ങി. മുൻ ചീഫ് സെക്രട്ടറിയും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുമാണ് ജയകുമാർ. മുൻ മന്ത്രി കെ രാജുവിന്റെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിലും ഉത്തരവിറങ്ങി. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഇത്രയധികം പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അന്വേഷണങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ നിയമനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ധന്യ, അത്തരം വിവാദങ്ങളിൽ നിന്ന് ഒക്കെ തടിയൂരാൻ, അതിൽ നിന്ന് ഒരു ആശ്വാസം നേടാനുള്ള ഒരു നീക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുന്നാണ് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ ഇറക്കിയത്. വെള്ളിയാഴ്ച ചുമതലയേൽക്കുന്ന നിലയിലാണ് നിലവിൽ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ CPI പ്രതിനിധിയായി നേരത്തെ വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ജയകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി ആ ഒരു സാമുദായിക സന്തുലനം പാലിക്കാനായി കെ രാജുവിന്റെ മുൻമന്ത്രി കെ രാജുവിന്റെ പേരിലേക്ക് CPI എത്തുകയായിരുന്നു. വിളപ്പിൽ രാധാകൃഷ്ണൻ പിന്മാറുകയും കെ രാജു പ്രതിനിധിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ വിജ്ഞാപനവും ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സ്വർണ്ണപ്പാളിയും ഒക്കെയായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുകയും ഒക്കെയാണ് CPM കെ ജയകുമാറിന്റെ പേരിലേക്ക് എത്തിയത്. മുൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം തന്നെ മലയാള സർവകലാശാല വൈസ് ചാൻസലറും ഇപ്പോൾ IMG ഡയറക്ടറുമാണ് കെ ജയകുമാർ. കെ ജയകുമാറിന്റെ പേരിലേക്ക് എത്തിയതോടുകൂടി NSSന് കൂടുതൽ സുപരിചിതനും NSSന് അടുപ്പക്കാരനും ഒക്കെയായ ആളാണ് ജയകുമാർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു IAS ഉദ്യോഗസ്ഥനെ വെക്കണമെന്ന ആവശ്യമായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDPയും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് രണ്ടും കൂടി പരിഗണിച്ച് രണ്ടുപേർക്കും ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിലുള്ള അഭിപ്രായം ഇല്ലാത്ത നിലയിൽ കൂടിയാണ് ഇപ്പോൾ ജയകുമാറിന്റെ പേരിലേക്ക് CPM എത്തിയത്. അതിന്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിരിക്കുന്നത്. ശരി വിജയൻ.